ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇന്നൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ചിക്കൻ പിസ്സയുടെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 2 വലിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റാം. അപ്പോഴേക്കും ഇത് പാകത്തിനാകും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇതൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു വൈറ്റിഷ് കളർ വരുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇടയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളൊരു പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറ്റാലിയൻ സ്പൈസസ് ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഇറ്റാലിയൻ സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഇതിൽ ഒറിഗാനോയും തൈമും ബേസിലും റോസ്മേരിയും ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്രയും സ്പൈസസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഇനി നിങ്ങളുടെ അടുത്ത് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പിയിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്താലും മതി. എല്ലാ സ്പൈസസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ ഇതിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതുവരെ ചിക്കനിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും എരിവിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സ്പൈസി വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പും എരിവൊക്കെ ഇതിൽ പിടിക്കുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിക്കുന്ന സമയത്തും ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സവാള ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നിങ്ങൾക്ക് സവാള കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ക്യാരറ്റ് വേണമെങ്കിലും ക്യാബേജ് വേണമെങ്കിലും ഒക്കെ ചേർക്കാം. ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അളവിലുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സോസ് നിങ്ങൾ എടുത്തിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസിനൊക്കെ അനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യണം. നല്ല സോസി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി സോസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാപ്സിക്കൊക്കെ കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ് വെക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഫില്ലിങ് വെക്കുന്ന സമയത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഫില്ലിങ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് 2 സമൂസ ലീഫിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് വേണം. കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് സമൂസ ലീഫിലാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സമൂസ ലീഫ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ മൈദ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. ഒരു തിൻ ലെയർ ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മുകളിൽ മറ്റൊരു ലീഫ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസിന് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ചീസാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി. ഈ മൊസറല്ല ചീസാകുമ്പോൾ നമ്മൾ പിസ്സയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുമല്ലോ, അപ്പോൾ അതുപോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ നിറയെ ഫില്ലിങ് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ചീസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ചീസ് ഇല്ലാതെ ഇത് ടേസ്റ്റ് തന്നെയാണ്.
പിന്നെ ചീസും കൂടി ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കാം. ഇനി ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് താഴെയുള്ള ലീഫിൻ്റെ ഒരു സൈഡ് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി 3 സൈഡിലും മൈദ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ മൈദ മിക്സ് ആക്കാത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ആദ്യം ഇങ്ങനെ മടക്കാം. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് മടക്കണം. വീണ്ടും ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കണം. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഭാഗം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കണം. ഇതിൽ നമ്മൾ ആദ്യം മൈദ പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് അവിടെ ഒട്ടി നിന്നോളും. നമ്മളുണ്ടാക്കിയ ഫില്ലിങ്ങിൻ്റെ അളവ് കൊണ്ട് നമുക്കൊരു 10 ബോക്സ് വരെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം. അതിനുശേഷം ഇത് ഓരോന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് ടൈം കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണമല്ലോ, അപ്പോൾ അതിനുള്ള ടൈം കൊടുക്കണം. പെട്ടെന്ന് ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തെ ഷീറ്റ് പെട്ടെന്ന് തന്നെ ക്രിസ്പാവും ചെയ്യും, ഉള്ളിലുള്ള ചീസൊന്നും മെൽറ്റ് ആവില്ല. അപ്പോൾ അതിനുള്ളൊരു ടൈം കൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ ബോക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.